നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ 8ാം പ്രതിയായ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ല എന്ന് ഹൈക്കോടതി. ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ചായിരുന്നു സർക്കാരിന്റെ ഹർജിയിൽ വിധി പറഞ്ഞത്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും തെളിവുകൾ അട്ടിമറിക്കുവാൻ ശ്രമിച്ചു എന്നുമായിരുന്നു സർക്കാരിന്റെ ആരോപണം. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി സർക്കാർ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും അത് തള്ളിയിരുന്നു. തുടർന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുൻപ് പലതവണ കോടതി തള്ളിയതുമാണെന്നും ദിലീപ് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരുന്നു. വിചാരണ കോടതി 259 പ്രോസിക്യൂഷൻ സാക്ഷികളെ ഇതിനകം വിസ്തരിച്ചു കഴിഞ്ഞെന്നും ഇനി വിസ്തരിക്കാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഫോറൻസിക് ലാബിലെ ജോയിന്റ് ഡയറക്ടർ എന്നിവരെ താൻ സ്വാധീനിക്കുമെന്ന് കരുതുവാൻ ന്യായമില്ല എന്നും ദിലീപ് വ്യക്തമാക്കിയിരുന്നു. കേസിൽ നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ടെന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകി. അന്വേഷണം നടത്തിയ ജില്ലാ സെക്ഷൻ ജഡ്ജിക്ക് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുവാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് കെ ബാബുവിന്റെ ഉത്തരവ് വന്നത്. ജനുവരി തുടക്കത്തിലായിരുന്നു ഇക്കാര്യം അന്വേഷണം പൂർത്തിയാക്കിയത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായി കണ്ടിട്ടുണ്ടെന്നും അവ പകർത്തിയിട്ടുണ്ടെന്നും കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്നും ആരോപിച്ച അതിജീവിത നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ജില്ലാ സെക്ഷൻ ജഡ്ജിയെ നിയോഗിക്കുകയായിരുന്നു. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നതായി കണ്ടെത്തി. അതുപോലെ തന്നെ കോടതി സമയത്തിനപ്പുറത്ത് പല സമയങ്ങളിലായിട്ടായിരുന്നു മെമ്മറി കാർഡ് പരിശോധനകൾ നടന്നിരിക്കുന്നതെന്നും രാത്രി സമയങ്ങളിലും ഫോണിലും പരിശോധന നടന്നിട്ടുണ്ടെന്നും വ്യക്തമാകുന്ന FSL റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. പിന്നാലെ ജില്ലാ സെക്ഷൻ ജഡ്ജി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറി. ഇതിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അതിജീവിത സെക്ഷൻ കോടതിയെ സമീപിച്ചെങ്കിലും റിപ്പോർട്ടിന് രഹസ്യ സ്വഭാവമുണ്ടെന്നും അതിനാൽ നൽകാനാവില്ല എന്നുമായിരുന്നു കോടതി നിലപാട്. തുടർന്നായിരുന്നു റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കേസിൽ തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ഇതേ സമയത്ത് തന്നെയായിരുന്നു കേസിൽ തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുൻപ് പലതവണ കോടതി തള്ളിയതുമാണെന്ന് നടൻ ദിലീപ് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയത്. 80 സാക്ഷികളുടെ തെളിവെടുപ്പ് പൂർത്തിയായ ഘട്ടത്തിൽ തനിക്കും വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ആരോപണം ഉന്നയിച്ചതും കോടതി മാറ്റം ആവശ്യപ്പെട്ടിട്ടും നടി പ്രോസിക്യൂഷനും കോടതിയെ സമീപിച്ചെങ്കിലും കോടതിയും സുപ്രീം കോടതിയും അനുവദിച്ചില്ല. കേസിൽ കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസമായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. അതിജീവിതയുടെ ഹർജിയിലായിരുന്നു കോടതി സുപ്രധാന ഇടപെടൽ ഉണ്ടായത്. ഇത് ദിലീപിന് വലിയ തിരിച്ചടി നൽകിയെങ്കിലും സജീവ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ദിലീപിന് ജാമ്യം റദ്ദാക്കില്ല എന്ന ഹൈക്കോടതി വിധി വലിയ ആശ്വാസമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.